പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് കാസർഗോഡ് സ്വദേശിനി ജസീല എന്ന ഒരു സഹോദരിയുടെ വിടവാങ്ങലിനെ കുറിച്ചാണ്. ജീവനൊടുക്കൽ എന്ന് പറയുന്നത് ഒരു വാർത്താക്കുറിപ്പിലോ വീഡിയോയിലോ ഒതുങ്ങിപ്പോകേണ്ട ഒന്നല്ല. അതൊരു വലിയ പരാജയമാണ്. ഒരു കുടുംബത്തിൻ്റെ, ഒരു ഭർത്താവിൻ്റെ, അതിലുപരി നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൻ്റെ പരാജയം. ജസീല തൻ്റെ സുഹൃത്തിന് അയച്ച ആ അവസാന വോയിസ് ക്ലിപ്പിലെ വിറക്കുന്ന ശബ്ദം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എനിക്ക് എത്ര തവണ ഇത് ചെയ്യാൻ തോന്നി എന്ന് അറിയോ? സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് മക്കളെ ഓർത്താണ് പിടിച്ചു നിന്നത്. ഈ വാക്കുകൾ നമ്മുടെ കാതുകളിൽ മുഴങ്ങേണ്ട ഒന്ന് തന്നെയാണ്. ഒരു സ്ത്രീ ജീവനൊടുക്കാൻ ശ്രമിക്കുന്നത് പെട്ടെന്നൊരു നിമിഷത്തെ ദേഷ്യം കൊണ്ടല്ല, മറിച്ച് വർഷങ്ങളോളം അനുഭവിച്ച മാനസിക പീഡനങ്ങളുടെയും അവഗണനകളുടെയും അങ്ങേയറ്റത്തെ നിസ്സഹായ അവസ്ഥയെ കൊണ്ടാണ്. ജസീലയുടെ കാര്യത്തിൽ നാം കാണുന്നത് ഭർത്താവിൽ നിന്നുള്ള നിരന്തരമായ മാനസിക സമ്മർദ്ദങ്ങളാണ്. ഒരു പെൺകുട്ടി തൻ്റെ വീടും മാതാപിതാക്കളെയും ഉപേക്ഷിച്ച് ഒരാളുടെ കൂടെ പുറപ്പെടുന്നത് എന്നത് അയാൾ തനിക്ക് തണലാകുമെന്ന വിശ്വാസത്തിലാണ്. എന്നാൽ ആ തണൽ തന്നെ വെയിലായി മാറിയാലോ, സംരക്ഷിക്കേണ്ടവൻ തന്നെ വേട്ടക്കാരനായാലോ, ഏറ്റവും ഒടുവിൽ അവൾക്ക് മേൽ മോഷണക്കുറ്റം കൂടി ആരോപിക്കപ്പെട്ടപ്പോൾ അവൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നവർക്ക് മുമ്പിൽ ഒരു വൻ മതിലായി നിൽക്കേണ്ടവൻ തന്നെ അവളെ കുറ്റപ്പെടുത്തുന്നത് കൊടും ക്രൂരതയാണ്. ജസീലയുടെ വാക്കുകളിൽ അത് വ്യക്തമാണ്. ഭർത്താവിൽ നിന്നും ഭർത്തൃ വീട്ടുകാരിൽ നിന്നും അവൾ അനുഭവിച്ച വേദനകൾ വിവരണാധീനമാണ്. ജസീലയെ പിടിച്ചു നിർത്തിയത് അവളുടെ 2 പിഞ്ചു മക്കളായിരുന്നു. അമ്മമാരുടെ ജീവനൊടുക്കലിനെ കുറിച്ച് നാം കേൾക്കാറുണ്ട്. എന്നാൽ തൻ്റെ ജീവനൊടുക്കുമ്പോൾ തൻ്റെ മക്കളെ ഓർത്ത് അവർ എത്രമാത്രം പിടഞ്ഞിട്ടുണ്ടാകും. തൻ്റെ കുഞ്ഞുങ്ങളെ അനാഥരാക്കി പോകാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല എന്നത് വ്യക്തമാണ്. പക്ഷേ സഹനത്തിൻ്റെ നെല്ലിപ്പടി കണ്ടപ്പോൾ അവൾക്ക് തോറ്റു കൊടുക്കേണ്ടി വന്നു. ആ പിഞ്ചു മക്കളുടെ ഭാവിക്ക് ആര് ഉത്തരം പറയും? ആ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ അവരുടെ അമ്മയെ മരണത്തിലേക്ക് തള്ളിവിട്ട സാഹചര്യങ്ങളെ അവർ എങ്ങനെ നോക്കിക്കാണും? നമ്മൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ, കേൾക്കുമ്പോൾ അതവരുടെ കുടുംബകാര്യമല്ലേ എന്ന് പറഞ്ഞ് മാറി നിൽക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ഒരു വാക്ക്, ഒരു ആശ്വാസം ഒരുപക്ഷെ ജസീലയെ പോലുള്ളവരെ തിരികെ കൊണ്ടുവരാമായിരുന്നു. സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്: ജീവിതം ഒന്നിനും അവസാനമല്ല. ക്രൂരതകൾ സഹിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരല്ല. നിങ്ങളുടെ ജീവൻ വിലപ്പെട്ടതാണ്. മക്കൾക്ക് വേണ്ടി മരിക്കുകയല്ല, മക്കൾക്ക് വേണ്ടി ജീവിക്കാനാണ് നിങ്ങൾ പഠിക്കേണ്ടത്. നിയമസഹായം തേടാനും സുഹൃത്തുക്കളോട് തുറന്നു പറയാനും മടിക്കരുത് നിങ്ങൾ ഒരിക്കലും തന്നെ. ജസീലയെ പോലുള്ള ഒരു പാവം സഹോദരിക്ക് സംഭവിച്ചത് ഇനി എൻ്റെ ഒരു പ്രിയപ്പെട്ട സഹോദരിക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജസീലയുടെ മരണം ഒരു പാഠമാക്കണം നമ്മൾ. ഒരു സ്ത്രീയുടെ കണ്ണീർ വീഴുന്ന ഇടങ്ങളിൽ ഐശ്വര്യമുണ്ടാകില്ല. ഒരു പുരുഷൻ തൻ്റെ പങ്കാളിയോട് കാണിക്കുന്ന നീതിയാണ് അവൻ്റെ ഏറ്റവും വലിയ വിജയം. ഇനിയൊരു ജസീലയും ഇത് ആവർത്തിക്കാതിരിക്കട്ടെ. ഇനി പിടിച്ചേക്കാൻ പറ്റുന്നില്ല. എനിക്ക് എത്ര തവണ ആത്മഹത്യ ശ്രമിച്ചിരുന്നറിയോ? സഹിക്കാൻ ഒറ്റ അടിങ്ങേറെ സഹിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ മക്കളെ ഒത്തിരി പിടിച്ചെന്ന്. ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കേണ്ട സാഹചര്യം എന്ന് വെച്ചാൽ ഒരു മോഷണക്കുറ്റം, ഇല്ലാത്തൊരു മോഷണക്കുറ്റം ആരോപിച്ചുകൊണ്ടാണ് ജസീലയുടെ പേരിൽ ഒരുപാട് അവഹേളനം നേരിടേണ്ടി വന്ന കുട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു മോഷണക്കുറ്റം ആരോപിച്ചുകൊണ്ടാണ് ജസീലയെ ആദൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും